നമസ്കാരം, ജലനിരപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാനെ പറ്റിയിട്ടാണ്. അപ്പൊ അതിന്റെ കൺഫർമേഷൻ ഒക്കെ കൊടുക്കാനുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, മെസ്സേജ് ഒക്കെ വന്നിട്ടുണ്ടാവും. അപ്പം കൊടുക്കുക എല്ലാവരും വേഗം തന്നെ. അപ്പൊ അതിന്റെ എക്സാം വരുന്നത് ഓഗസ്റ്റിലാണ് എന്ന് നമുക്കറിയാം. ഡീറ്റെയിൽ എന്നാണ് എക്സാം ഡേറ്റ് എന്നൊക്കെ കൺഫർമേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ ഫൈനലൈസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുള്ളൂ, എക്സാം ഡേറ്റ് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഓഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ ആയിരിക്കും നമുക്ക് എക്സാം നടക്കുന്നത്. കഴിഞ്ഞ PSC കലണ്ടറിൽ ഓഗസ്റ്റിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബറിലൊക്കെ പ്രതീക്ഷിക്കാം. 2-3 ഘട്ടങ്ങളിലായിരിക്കും നടത്തുന്നത്. അപ്പോ നമ്മൾ ഇന്ന് നോക്കുന്നത് നിലവിലെ നിയമന നില, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. നമുക്ക് നോക്കാം, വീഡിയോയിലേക്ക് പോവാം. പിന്നെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ചാനൽ ഇവിടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പെട്ടെന്നുള്ള അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് കിട്ടും. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് അതിന്റെ കാറ്റഗറി കോഡ് തൊട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കുവാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും, അപ്ലൈ ചെയ്തവരായിരിക്കും. പക്ഷെ കൺഫർമേഷൻ കൊടുക്കാൻ ബാക്കിയുള്ളവർ എന്ത് ചെയ്യുക, ദയവ് ചെയ്ത് പെട്ടെന്ന് കൊടുക്കുക. ലാസ്റ്റ് 11-ാം തീയതിയാണ് കൺഫർമേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പൊ അതുവരെ വെച്ചിരിക്കേണ്ട. ഇനിയിപ്പോ എന്തെങ്കിലും സൈഡിനൊക്കെ പ്രശ്നം വരുവാണെങ്കിൽ അതുകൊണ്ട് എന്ത് ചെയ്യുക, വേഗം തന്നെ കൊടുക്കുക. 11-ാം തീയതി അല്ലെ നമുക്ക് 10-ാം തീയതി കൊടുക്കാന്ന് പറഞ്ഞൊന്നും വെയിറ്റ് ചെയ്തിരിക്കേണ്ട, വേഗം തന്നെ കൊടുക്കുക. അപ്പൊ അതിന്റെ കാറ്റഗറി കോഡ് വരുന്നത് നമുക്കറിയാം 527 ആണ്. 527/2024 അതിന്റെ കാറ്റഗറി കോഡ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓഗസ്റ്റിലെ എക്സാം കലണ്ടറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതെന്താണ് അതിന്റെ ഡേറ്റ് ഒന്നും കാര്യങ്ങളൊന്നും നമ്മുടെ ഈ കൺഫർമേഷൻ ഒക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ അവർ എന്തായിട്ടോ ഫൈനലൈസ്ഡ് ആയിട്ട് ഡേറ്റ് ഫൈനലൈസ് ചെയ്തിട്ട് ഇടത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും, നമുക്ക് ഓഗസ്റ്റ് അവസാനം അല്ലെങ്കിൽ സെപ്റ്റംബർ ആദ്യം അങ്ങനെയുള്ള ഒരു ഇതായിരിക്കും വരുന്നത്. ഓരോ എക്സാം ആണോ അല്ല ഒന്നിലധികം ഘട്ടങ്ങളായിട്ടാണോ നടത്തുന്നത് നമുക്ക് അറിയില്ല. അതിൽ സ്പെഷ്യൽ ടോപ്പിക്കും കാര്യങ്ങളൊന്നും ഇല്ല, ഒറ്റ എക്സാം ആണ്. ലൈക്ക് LDC പോലെയാണ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഇതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ സിലബസ് വന്നതിന്റെ അന്ന് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ ഞാൻ ഒന്നുകൂടെ സിലബസ് ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ, അടുത്തതിന്റെ സ്കെയിൽ ഓഫ് പേ ആണ് ഞാൻ പറഞ്ഞത്. 23 തൊട്ട് 50 വരെയാണ് അതിന്റെ സ്കെയിൽ ഓഫ് പേ. 23,000 തൊട്ടാണ് തുടങ്ങുന്നത് അതിന്റെ സ്കെയിൽ ഓഫ് പേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഒരു 28 ഒക്കെ സ്റ്റാർട്ടിംഗിൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് എവിടെയൊക്കെയാണ് കിട്ടുന്നത്, സെയിൽസ്മാന്റെ ജോലി എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യം ഞാനൊരു വീഡിയോയിൽ ചെയ്തിരുന്നു. നമ്മുടെ ഡിപ്പോ ഗോഡൌണില് എങ്ങനെയാണ് ജോലി, എന്താണ് ജോലി, ജോബ് പ്രൊഫൈലിനെ പറ്റിയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ് ഓഫ് കൺഫർമേഷൻ 23 തൊട്ട് 11 വരെ, 23 5-ാം മാസം മുതൽ 11 6-ാം മാസം വരെ, നമുക്ക് ജൂൺ 11 വരെ ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട, വേഗം തന്നെ കൺഫർമേഷൻ കൊടുത്തോളൂ. അസിസ്റ്റന്റ് സെയിൽസ്മാൻ വളരെ നല്ല എക്സാം ആണ്. അതായത് ജോലി കിട്ടാൻ സാധ്യത കൂടുതലും വേക്കൻസി കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ LDC ആണെങ്കിൽ നമുക്ക് കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും. ഇതിൽ കോമ്പറ്റീഷൻ ഇല്ല എന്നല്ല, എക്സാം എളുപ്പമായിരിക്കുമെന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടി നിയമനങ്ങൾ കൂടുതലുള്ളത് കൊണ്ട് എന്ത് ചെയ്യാം, നമുക്കത് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ LDC പഠിച്ചവരായിരിക്കും, പിന്നെ ഇപ്പൊ ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ അത് കഴിഞ്ഞവരായിരിക്കും. പിന്നെ നമുക്ക് അത് അടുത്തുള്ള എക്സാം ആണ് ASM. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം, അപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിൽ നിൽക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാം, ഇതുകൂടെ ആ ഒരു ഇതിൽ ഒന്ന് റിവൈസ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഓഗസ്റ്റ് ഒക്ടോബർ ആ മാസങ്ങളിലായിരിക്കും, ഓഗസ്റ്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. എത്ര ഘട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതിനെ പറ്റി നമുക്ക് വ്യക്തമായി അറിയില്ല. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം എന്നാണ് എക്സാം ഡേറ്റ് വരുന്നതെന്ന്. അപ്പൊ കഴിഞ്ഞ ലിസ്റ്റ് തീരുന്നതിന് അടുത്ത ദിവസം പുതിയ ലിസ്റ്റ് ഇടേണ്ടതുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അതിനൊരു 3 മാസം മുമ്പാണ് നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് ലിസ്റ്റ് ആക്കി ലിസ്റ്റ് ഒക്കെ വരേണ്ടതുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ഈ വർഷം തന്നെ ഇതിന്റെ മെയിൻ എക്സാം ഒക്കെ നടക്കും. ലിസ്റ്റുകളൊക്കെ പെട്ടെന്ന് വരും. അപ്പൊ പെട്ടെന്ന് ജോലി കിട്ടാൻ പ്രിലിംസ് ഇല്ലാത്തത് കൊണ്ട്, ഒറ്റ എക്സാം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഒരുപാട് കാത്തിരിക്കാതെ എക്സാം റിസൾട്ട് വരാനുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്ത് ചെയ്ത് നന്നായിട്ട് കുറച്ച് പഠിക്കാൻ വേണ്ടി പറയുന്നത്. പെട്ടെന്ന് ജോലിയും കിട്ടും. ഓക്കെ, അപ്പൊ ഇതുവരെ 1857+ നിയമനങ്ങളാണ് നടന്നിട്ടുള്ളത്. എത്രയാണ്, 1857+ നിയമനങ്ങൾ നടന്നിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, കുറച്ച് നിയമനങ്ങൾ കൂടുതലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാ, സിലബസ് ഒക്കെ LDCയുടെ സിലബസ് തന്നെ. കഴിഞ്ഞ തവണയൊക്കെ നമുക്ക് സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടായിരുന്നു, സപ്ലൈകോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ടോപ്പിക് 10-20 മാർക്കിന് ഉണ്ടായിരുന്നു. ഇപ്പൊ സിലബസ് ഡിസ്കസ് ചെയ്തപ്പോൾ ഞാനത് പറഞ്ഞിരുന്നു, എങ്കിൽ കൂടി ഒന്നുകൂടെ പറയുവാണ്. നമ്മുടെ ആനുകാലികം അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് 20 മാർക്കാക്കി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള മാർക്കുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കി എല്ലാത്തിനും ഇപ്പൊ 5 മാർക്കുള്ളത് കഴിഞ്ഞ തവണത്തതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, കഴിഞ്ഞ സിലബസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 5 മാർക്കുള്ളത് 6 ആക്കി, 6 7 ആക്കി, അങ്ങനെ എന്തെങ്കിലും മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഒരു സ്പെഷ്യൽ ടോപ്പിക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് എത്രയാണ്, 20 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പൊ അത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. എല്ലാം ഇമ്പോർട്ടൻസ് കൊടുത്ത്
കൊടുത്ത് പഠിക്കുക. നിങ്ങൾ LDC എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ പഠിക്കുക. ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്കും എന്ത് ചെയ്യാൻ കുഴപ്പമില്ല, നമുക്ക് ഇനി ഒരു 3 മാസത്തോളം ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ നന്നായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക, ആനുകാലികങ്ങളിൽ കറണ്ട് അഫയേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് നന്നായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഒക്കെ എന്ത് ചെയ്യുക, കുറച്ച് നന്നായിട്ട് പഠിക്കുക. അപ്പൊ തന്നെ അതും ആനുകാലികവും കൂടെ ചേരുമ്പോ തന്നെ നമുക്ക് ഒരു പകുതിയോളം മാർക്ക് കിട്ടും. ബാക്കി നമ്മുടെ GK ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കി കൂടെ കിട്ടും. പിന്നെ കലാ സാഹിത്യം ഒക്കെ കുറച്ച് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ LDC ക്വസ്റ്റ്യൻ പേപ്പർ 2020 ശേഷമുള്ള ഒരു LDC ക്വസ്റ്റ്യൻ പേപ്പറുകൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഇത് ഉറപ്പായിട്ട് കിട്ടാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്നത്. നിയമനങ്ങൾ കൂടുതലായത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ ഇതുവരെ 1857+ നിയമനങ്ങൾ നടന്നിട്ടുണ്ട് നിലവില്. അപ്പൊ അതിന്റെ സിലബസ് കൂടെ ഞാനൊന്ന് പറഞ്ഞു പോകുന്നത്, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നമ്മുടെ പൊതുവിജ്ഞാനത്തിലെ ചരിത്രം ആണെങ്കിൽ 5 മാർക്ക്, ഭൂമിശാസ്ത്രം എത്രയാണ് 5 മാർക്ക്, ധനതത്വശാസ്ത്രം എക്കണോമിക്സ് 5, ഭരണഘടന 5, കേരളം അതിന്റെ ഭരണ സംവിധാനങ്ങൾ 5, പിന്നെ എന്താണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം, ബയോളജി എന്നല്ല, അത് എൻവയോൺമെന്റൽ സയൻസ് എന്നുള്ള രീതിയിലാണ്, അതിൽ 6 മാർക്കാണ്. ഓക്കെ. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും കൂടെ ചേർന്ന് എന്താണ് 6 മാർക്ക്. കലാ സാഹിത്യം കായികം സംസ്കാരം, അത് ടോപ്പിക് വലുതാണ്, ഒത്തിരി പഠിക്കാനും ഉണ്ട്, അതിൽ നിന്ന് 5 മാർക്കിനും ചോദിക്കും. ഓക്കെ. പിന്നെ നമ്മുടെ സാധാരണ കമ്പ്യൂട്ടർ, നിങ്ങൾ അതിൽ സോഫ്റ്റ്വെയർ, ഹാർഡ്വെയർ, ബാക്കിയുള്ള സൈബറും കൂടി പഠിക്കുമ്പോൾ നമുക്ക് അതിന് ഉറപ്പായിട്ടും കിട്ടും. പിന്നെ എക്സ്ട്രാ ഉള്ള സുപ്രധാന നിയമങ്ങൾ പഠിക്കാം. ഇപ്പൊ എല്ലാ എക്സാംസിനും സുപ്രധാന നിയമങ്ങളുണ്ട്. സോ അത് അങ്ങനെ വലിയ പാടുള്ളതല്ല, നമ്മൾ പഠിച്ച് വെച്ചിരിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ പുതുതായിട്ട് പഠിക്കുന്നവർക്കാണെങ്കിൽ കൂടി സുപ്രധാന നിയമങ്ങൾ എന്ത് ചെയ്യാം, അത് ഉള്ള അത്രയും പഠിച്ചാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് അതും വിഷയമല്ല. പിന്നെ ആനുകാലിക വിഷയങ്ങൾ എത്രയാണ്, 20 മാർക്കിനാണ് ആനുകാലിക വിഷയങ്ങൾ. അപ്പൊ എങ്ങനെ ചോദിക്കുമെന്ന് നമുക്ക് അറിയില്ല. കാരണം നമ്മൾ ഇപ്പൊ സാധാരണ എക്സാമിന്റെ ചരിത്രത്തിന്റെ കൂടെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഭൂമിശാസ്ത്രത്തിന്റെ കൂടെ പ്ലസ് അതിന്റെ കൂടെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ ഡിഗ്രിക്കൊക്കെ അങ്ങനെയായിരുന്നു. അപ്പം ഇപ്പൊ ജിയോഗ്രഫിക്കലായിട്ട് എന്താണ് ഇപ്പൊ ആനുകാലികം കറണ്ട് അഫയേഴ്സ് ആയിട്ട് നടന്ന കാര്യങ്ങൾ കൂടി അതിന്റെ കൂടെ ചേർക്കുന്നുണ്ട്. അത് ഇന്ന കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആയിട്ട് അങ്ങനെയല്ല ചോദിക്കുന്നത്. അപ്പൊ ഇതിലും അങ്ങനെയായിരിക്കും തോന്നുന്നു നമുക്ക്. പക്ഷെ നമുക്ക് എത്ര മാർക്കിനുണ്ട്, 20 മാർക്കിന് ആനുകാലികം ഉണ്ട്, അത് പഠിക്കാം. പിന്നെ ബാക്കി 30 മാർക്കാണ് മാത്സ്, മെന്റൽ എബിലിറ്റി, റീസണിങ്ങും മാത്സും കൂടെ ചേർത്ത് 10, ഇംഗ്ലീഷ് 10, മലയാളം 10. അപ്പൊ അത് തന്നെ 30ആയി. 30, 20, 50 തന്നെ കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. ബാക്കിയുള്ള 50 മാർക്ക് എന്താണ്, ബാക്കിയുള്ളതെന്നാണ്. ഓക്കെ. അപ്പൊ എന്താണ് ഈ ഒരു ഇത്രയും പോർഷനിൽ തന്നെ നമുക്ക് കൂടുതലും സ്കോർ ചെയ്യാൻ പറ്റണം, എങ്കിലേ നമുക്ക് ബാക്കിയുള്ള എന്തെങ്കിലും വിട്ടുപോയാൽ. നമ്മളിപ്പോ കഴിഞ്ഞ എക്സാംസിന് കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആയിരുന്നത് കൊണ്ട് തന്നെ അപ്പൊ എന്താ വായിച്ച് സമയം എടുക്കും. അപ്പൊ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. കറണ്ട് അഫയേഴ്സ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് അങ്ങനെ ആ 50 മാർക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 50 എന്ന് പറഞ്ഞാൽ ഫുൾ 50 മാർക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു 45 അടുപ്പിച്ച് വാങ്ങിക്കാം. ബാക്കി ഇതും കൂടി കിട്ടാം. അപ്പൊ ഞാൻ ബാക്കി എന്താണ് കട്ട് ഓഫ് ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പൊ ഇതില് നിയമന നില, അപ്പൊ എന്താണ് നമ്മൾ സൈറ്റ് നോക്കുമ്പോൾ PSC സൈറ്റിൽ നിന്ന് കിട്ടിയ വിവരങ്ങളാണ്. നിയമന നില എത്ര പേർക്ക് ഓരോ ജില്ലയിൽ നിന്ന് നിയമനം കൊടുത്തിട്ടുണ്ട്, അഡ്വൈസ് പോയിട്ടുണ്ട്, പിന്നെ എത്രയാണ് അവിടുത്തെ കട്ട് ഓഫ്. ഇത് 3 വർഷം മുന്നത്തെ കട്ട് ഓഫ് ആണ് കേട്ടോ. എക്സാം ക്വസ്റ്റ്യൻസ് മാറും, ഇതേ കട്ട് ഓഫ് പ്രതീക്ഷിച്ചല്ല നമ്മൾ പോകുന്നത്. ഞാൻ നിങ്ങൾക്ക് അവയർനെസിന് വേണ്ടി മാത്രം പറഞ്ഞു തരുന്നതാണ്, അല്ലാതെ ഇത്ര വലിയ കട്ട് ഓഫ് ഉള്ളൂ, നമുക്ക് അടുത്തും അങ്ങനെ ആയിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. എന്താണ് 3 വർഷം മുന്നത്തെ ചോദ്യങ്ങളും 3 വർഷം മുന്നത്തെ കട്ട് ഓഫുകളും അതിനനുസരിച്ചുള്ള വേക്കൻസിയും അന്നത്തെ കോമ്പറ്റീഷൻ ഒക്കെ വേറെയാണ്. ഇന്നത്തെ കോമ്പറ്റീഷനും കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്, പാറ്റേൺസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ആയിരിക്കും എന്ന് പറയാനുള്ള ഞാൻ അത് അറിയാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ വന്ന് പറയും ഇതിന്റെ അത്രയും അങ്ങനെയാണല്ലോ ചോദിച്ചത്, ഇപ്പൊ എന്താണ് നല്ല പാടായിരുന്നു എന്നൊക്കെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എന്താണ് 3 വർഷം മുന്നത്തെയാണ്. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യാൻ മാറിയ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. എന്ത് ചെയ്യുക, കൂടുതലായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യുക മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുക. പിന്നെ അവർ പഠിക്കുന്ന കാര്യങ്ങള് ഡീപ്പായിട്ട് തന്നെ പഠിക്കുക. കൂടുതലും നമുക്ക് എന്താണ് എല്ലാവർക്കും പേടി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് മാറ്റുക. വലിയ വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ലാസ്റ്റ് വായിക്കുക. വലിയ ക്വസ്റ്റ്യൻ തന്നെ വായിച്ചിരുന്നിട്ട് എന്ത് ചെയ്യുക, സമയം കിട്ടാതാവുന്നുണ്ട്. നമുക്ക് കട്ട് ഓഫ് നിയമന നിലയിൽ നോക്കാം. ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടന്നിട്ടുള്ളത് ട്രിവാൻഡ്രത്ത് തന്നെയാണ്, 331. അപ്പം ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് കട്ട് ഓഫ് ആണ്, ലിസ്റ്റ് വായിച്ചു പോവുകയാണ് കേട്ടോ. 331, 66 കട്ട് ഓഫ് ആയിരുന്നത്. കൊല്ലം 308 നിയമനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, 64 കട്ട് ഓഫ്. അതുപോലെ പത്തനംതിട്ട 86, 61 കട്ട് ഓഫ്. ആലപ്പുഴയാണെങ്കിൽ 131 നിയമനങ്ങൾ, 61.6 കട്ട് ഓഫ്. അതുപോലെ
കോട്ടയം 86, 63 കട്ട് ഓഫ് ആണ് വരുന്നത്. അതുപോലെ 37 ആണ് ഇടുക്കിയിൽ. ഇടുക്കിയിൽ നിയമനില കുറവാണ്, 57.3 ആണ് കട്ട് ഓഫ്. എറണാകുളം 177, കട്ട് ഓഫ് വരുന്നത് 64.6 ആണ്. തൃശ്ശൂർ ആണെങ്കിൽ 117, കട്ട് ഓഫ് വരുന്നത് 66.33 ആണ്. പാലക്കാട് ആണെങ്കിൽ 112, 65.3 ആണ് കട്ട് ഓഫ് വരുന്നത്. മലപ്പുറം ആണെങ്കിൽ 155 നിയമനങ്ങൾ നടന്നിട്ടുണ്ട്, 65.3 ആണ് കട്ട് ഓഫ്. അതുപോലെ കോഴിക്കോട് 145, കട്ട് ഓഫ് വരുന്നത് 66 ആണ്. കണ്ണൂർ 94, കട്ട് ഓഫ് 66. വയനാട് 51, കട്ട് ഓഫ് 62 ആണ്. കാസർഗോഡ് ആണെങ്കിൽ വളരെ കുറച്ച് നിയമനങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അവിടെ അങ്ങനെയാണ്. ഇടുക്കി, കാസർഗോഡൊക്കെ നിയമനങ്ങൾ കുറവാണ്. കട്ട് ഓഫ് പക്ഷെ ഭയങ്കരമായിട്ട് കുറവൊന്നുമല്ല. നോക്കിയ ഒരു വലിയ വ്യത്യാസമല്ല, 60 തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതിൽ ഫുൾ ഒരു 60 സംതിങ് ആണ്. നമ്മുടെ ഇടുക്കി മാത്രമാണ് കുറച്ച് കുറവുള്ളത്, ബാക്കി എല്ലാം ഒരു 60 സംതിങ് ആണ് നമ്മുടെ കട്ട് ഓഫ് വരുന്നത്. അപ്പൊ അതുപോലെ തന്നെ നിയമന കൂടുതലുള്ളത് ട്രിവാൻഡ്രത്താണ്. കോമ്പറ്റീഷനും അതുപോലെ തന്നെ കൂടുതൽ ഉണ്ടാവും. നേരത്തെ പറഞ്ഞതുപോലെ ഒരു 3 വർഷത്തിന് മുന്നുള്ള കട്ട് ഓഫ് ആണ്. കുറച്ച് പാറ്റേൺസ് ഒക്കെ മാറിയിട്ടുണ്ട്, അതിന്റെ കോമ്പറ്റീഷൻ ലെവൽ കൂടിയിട്ടുണ്ട് എക്സാമിന്റെ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. നിലവിൽ എന്താണ് കോമ്പറ്റീഷന് മനസ്സിലാക്കി പഠിക്കുക. അല്ലെങ്കിൽ അല്ലാതെ ഇന്ന ആൾക്ക് നമുക്ക് മാർക്ക് കൂടി കുറഞ്ഞു അങ്ങനെ വിചാരിച്ച് പഠിക്കണം. പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കുകയും വേണം. കോമ്പറ്റീഷനെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടായിരിക്കുകയും വേണം കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, പഠിക്കുന്ന കാര്യങ്ങൾ ഡീപ്പായിട്ട് പഠിക്കുക. ഡീപ്പായിട്ട് പഠിക്കാൻ പറയുന്നതിന് കാരണം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഒരുപാട് പേർക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ പറ്റുന്നില്ല. 4 എണ്ണത്തിൽ 2 എണ്ണമൊക്കെ പറ്റുന്നുള്ളൂ. 2 എണ്ണം അറിയാം, ബാക്കി 2 അറിയാം. ചിലർക്ക് 3 എണ്ണം അറിയാം. ഒരെണ്ണത്തിൽ ഒരു ഡൗട്ട് വരുന്നു, പക്ഷെ ഓപ്ഷൻ വരുമ്പോ എന്ത് ചെയ്യുന്നു, മുകളിൽ പറഞ്ഞവയെല്ലാം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരുപാട് പേർക്ക് പറ്റുന്നത്. സോ അതുകൊണ്ടാണ് പറയുന്നത് പഠിക്കുന്ന. അപ്പൊ നമ്മൾ ഒരുപാട് പഠിച്ചില്ല, ഒരുപാട് വാരി വലിച്ച് പഠിക്കുന്നതിനേക്കാളും എന്താണോ പഠിക്കുന്നത് അത് കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എഴുതാൻ പറ്റുമല്ലോ. അപ്പൊ എല്ലാ ക്വസ്റ്റ്യനും എഴുതാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ ആ വായിച്ച സമയം കളയണ്ട എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെയും പറയുന്നു, കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അതിന് തന്നെ നമുക്ക് 45, 50 കിട്ടില്ല, 45 കിട്ടുമ്പോ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആയി ബാക്കിയുള്ളത് എഴുതാൻ. ബാക്കിയുള്ളത് എന്തായാലും ഒരു 20-25 മാർക്ക് നമുക്ക് കിട്ടും. അപ്പൊ എന്ത് ചെയ്യാ, അപ്പൊ തന്നെ ഒരു 50, 60, 75 മാർക്കോളം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബാക്കി 25 മാർക്ക് അല്ല ഞാൻ പറയുന്നത്, കുറച്ച് നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ റാങ്ക് ലിസ്റ്റിൽ വന്നാൽ നമുക്ക് ജോലി കിട്ടുന്നില്ല, മുന്നിലേക്കുള്ള റാങ്കുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ. നമ്മൾ റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടി പഠിച്ചിട്ട് കാര്യമില്ല, ഉയർന്ന റാങ്കുകളിലേക്ക് വരാൻ വേണ്ടി പഠിക്കണം. അപ്പൊ ഇതിന്റെ ക്രാഷ് കോഴ്സും കാര്യങ്ങളൊക്കെ ചലച്ചിറാപ്പിൽ ലഭ്യമാണ്. അപ്പൊ എന്ത് ചെയ്യാ, വേഗം തന്നെ പഠിച്ചിട്ട് ഞാൻ ഒരു സ്റ്റഡി പ്ലാൻ അടുത്ത ദിവസം തരുന്നതായിരിക്കും. നമ്മളൊരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ തന്നിരുന്നു. അതെല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയില്ല, കുറെ പേർക്ക് ഫോളോ ചെയ്യാൻ പറ്റി. ഇതിന്റെ ഇടയിൽ ബാക്കിയുള്ള എക്സാംസ് ഒക്കെ വന്നതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഫോളോ ചെയ്യാൻ. നമ്മളൊരു 3 month സ്റ്റഡി പ്ലാൻ നെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് എന്ത് ചെയ്യാ, കൃത്യമായി പഠിച്ചു പോവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.